ഈ വിനീതന്റെ കൂടെ വന്നവർ ആദ്യമായിട്ട് കഅബാലയം കണ്ടു. ആ കാഴ്ച ഉണ്ടല്ലോ, വല്ലാത്തൊരു കാഴ്ചയാണ്. ആ സമയത്ത് എന്ത് ദുആ ചെയ്താലും ഉത്തരം കിട്ടുമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിന്റെ മുൻപ് തന്നെ അവർക്കതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാവരോടും പറഞ്ഞു, നിങ്ങളിതാ തല ഉയർത്തൂ. എല്ലാവരും ഇതാ തല ഉയർത്താൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നേരെ നോക്കാൻ പറഞ്ഞു. വിശുദ്ധ കഅബാലയം കണ്ടു. ഓരോരുത്തരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ണെന്ന് കണ്ണീര് ധാരധാരയായി ഒഴുകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സമയത്തുള്ള ദുആ ചൊല്ലിക്കൊടുത്തു. എല്ലാവരും ഏറ്റു ചൊല്ലി. അതിനുശേഷം മറ്റൊരു ഭാഗത്തേക്ക് നിർത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചോദിക്കും. അങ്ങനെ ഓരോരുത്തരും മനസ്സറിഞ്ഞ് ദുആ ചെയ്തു. അതിനുശേഷമുള്ള കഅബ കാണുമ്പോഴുള്ള ദിക്ർ ചൊല്ലി എല്ലാവരും ഏറ്റു ചൊല്ലി. അങ്ങനെ നേരെ മത്വാഫിലേക്ക് ഞങ്ങൾ നടന്നു. ഏത് വിശുദ്ധ കഅബാലയത്തിന്റെ തൊട്ടടുത്തേക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമി ലോകത്ത് ആദ്യമായിട്ടുണ്ടാക്കിയ ഭവനാണ് വിശുദ്ധ കഅബാലയം. ആദ്യമായിട്ട് അതിനെ നിർമ്മിച്ചത് മലക്കുകളാണ്. അതിനുശേഷം ഇബ്രാഹിം നബിയും അമാലിക്കത്തും ഖുറൈശികളൊക്കെ അതിന്റെ നിർമ്മിതിയിൽ പങ്കാളികളായിട്ടുണ്ട്. വെറുതെ നോക്കിയാലും കൂലി ലഭിക്കുന്ന മൂന്നെണ്ണേ ഉള്ളൂ. ഒന്ന് വിശുദ്ധ ഖുർആനിലേക്കുള്ള നോട്ടം, സ്വന്തം ഉമ്മാന്റെ മുഖത്തേക്കുള്ള നോട്ടം, അതുപോലെ വിശുദ്ധ കഅബാലയത്തിലേക്കുള്ള നോട്ടവും. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് നമുക്ക് വിശുദ്ധ കഅബാലയത്തിലേക്കുള്ള നോട്ടം കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ആ കഅബാലയത്തിന്റെ ചുറ്റും നമ്മളിങ്ങനെ കണ്ണോടിക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ അറിയും? ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും സംഗമിക്കുന്നൊരു ഭൂമിയാണ് വിശുദ്ധ കഅബാലയം. അതുപോലെ മദീന. എല്ലാ രാഷ്ട്രക്കാരും അവിടെ ഉണ്ടാകും. മാത്രല്ല, അവിടെ വർണ്ണത്തിനോ വർഗത്തിനോ ലിംഗഭാഷക്കൊന്നും വ്യത്യാസമല്ല. അവിടെ എല്ലാവരും തുല്യരാണ്. അവിടെ പണക്കാരെന്നോ ദരിദ്രനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ നീണ്ടവനെന്നോ കുറിയവരെന്നോ സ്ത്രീകളെന്നോ അതുപോലെ പുരുഷനെന്നോ വൃദ്ധരെന്നോ അറബികളെന്നോ അനറബികളെന്നോ ഒന്നും വ്യത്യാസമല്ല. എല്ലാം റബ്ബിന്റെ മുമ്പിൽ സമന്മാരാണ് എന്ന് ഉച്ചേസ്തരം പ്രഖ്യാപിക്കുന്ന ഒരു മഹാഭവനാണ് വിശുദ്ധ കഅബാലയം. വിശുദ്ധ കഅബാലയത്തിനെ ശരിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമ്മൾ ഓരോരുത്തരും അതാ വിശുദ്ധ ഹജറുൽ അസ്വദിന്റെ തൊട്ട് മുൻപായിട്ട് എല്ലാവരെയും അവിടെ ഒരുമിച്ച് നിർത്തി നിയ്യത്ത് വെച്ചു കൊടുത്തു. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്തു വരാൻ രണ്ടാമത്തെ ഫർള് തവാഫാണ്. ആ തവാഫ് ചെയ്യാൻ പോകാൻ അതിനു മുമ്പ് അവർക്കൊക്കെ നിയ്യത്ത് വെച്ചു കൊടുത്തു. നവൈതു തവാഫൽ ഉംറതി എന്ന് തുടങ്ങുന്ന ഉംറയുടെ തവാഫിന്റെ നിയ്യത്ത് വെച്ചു കൊടുത്തു. എല്ലാവരും ഏറ്റുചൊല്ലി. അതിനുശേഷം ഞങ്ങൾ മെല്ലെ മെല്ലെ ഹജറുൽ അസ്വദിന്റെ മൂലയിലേക്ക് ചെന്നു. കൈ ഉയർത്തി. ഹജറുൽ അസ്വദിന്റെ മൂലയിലെത്തുമ്പോൾ അവിടെ തൊട്ടുമുത്തണമെന്ന ചുംബിക്കണമെന്ന. പക്ഷെ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടാകുമ്പോൾ നമുക്കതിന് സാധിക്കൂലല്ലോ. ആംഗ്യം കാണിച്ചു. അതിനുശേഷം ആ കൈ ചുംബിച്ചു. അതിനുശേഷം ഞങ്ങൾ വല്ലയായി പതുക്കെ പതുക്കെ ഓരോ കാലെടുത്ത് വെച്ച് തവാഫിലേക്ക് അങ്ങ് കടന്നു. അല്ലാഹുമ്മ ഈമാനം ബിക എന്ന് തുടങ്ങുന്ന ദിക്റുകളും ദുആകളും ചൊല്ലിക്കൊടുത്തു. ഈ വിനീതന്റെ കൂടെ വന്നവർ അത് ഏറ്റു ചെല്ലാൻ തുടങ്ങി. വിശുദ്ധ കഅബാലയത്തിന്റെ വാതിലുകളും അതുപോലെ തന്നെ മുൽത്തസമും സ്വർണ്ണപ്പാത്തിയും ഹിജർ ഇസ്മായിലൊക്കെ പിന്നിട്ട് ഞങ്ങളത് റുക്നുൽ യമാനിയിലെത്തി. അവിടെയും കയ്യാംഗ്യം കാണിച്ച് ചുംബിച്ചു. വീണ്ടും അത് ഹജറുൽ അസ്വദിന്റെ മൂലയായ റുക്നുൽ അസ്വദിൽ ഞങ്ങളെത്തി. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നായി. അങ്ങനെ 7 വട്ടം പൂർത്തിയാക്കുമ്പോഴാണ് ഒരു തവാഫാകുന്നത്. അങ്ങനെ 7 വട്ടം പൂർത്തിയാക്കി ഞങ്ങൾ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. അതോടുകൂടെ തവാഫ് പൂർത്തിയായി. അതിനുശേഷം നമ്മൾ കൂട്ടമായി ദുആ ചെയ്തു. നമുക്ക് മാത്രമല്ല, നമ്മളെ കൂടെ വന്നവർക്കും, ഇങ്ങനെ ആവാൻ കഷ്ടപ്പെട്ട നമ്മളെ ഉമ്മമാർക്കും ഉപ്പമാർക്കും, നമ്മളെ കൂടെ യാത്രയിൽ വന്നവർ, ഞങ്ങളെ കുടുംബത്തിനും കൂട്ടുകാർ എല്ലാം നമ്മളെ സ്നേഹിച്ചവർക്കും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്കും മനസ്സറിഞ്ഞ് കണ്ണെന്ന് കണ്ണീരൊലിപ്പിച്ച് ദുആ ചെയ്തു. എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ.